എന്തായി? സാർ, ജാൻസി എന്ന കുട്ടിയെ മാത്രം കിട്ടിയിട്ടുണ്ട്. ആരെയും അകത്തോട്ട് കടത്തിവിടുന്നില്ല. ഇൻസ്പെക്ടർ, യെസ്, എന്റെ മകളെ കുറിച്ച് ഒരു വിവരവുമില്ല. ദയവായി ഒന്ന് അന്വേഷിക്കും. സമാധാനമായിരിക്കും, ഞാൻ അന്വേഷിക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ, എനിക്ക് ജാൻസി എന്ന കുട്ടിയിൽ നിന്നും ചില വിവരങ്ങൾ അറിയാനുണ്ട്. സോറി ഇൻസ്പെക്ടർ, ആ കുട്ടി ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ഡോണ്ട് ഡിസ്റ്റർബ് ഹർ. ഞാൻ പിന്നീട് കണ്ടോളാം. ഓക്കെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അതാണല്ലോ കർത്താവിന്റെ കൽപ്പന. അതെ അച്ചു. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി നിന്റെ മകൾ മാത്രമാണ്. സത്യം തുറന്നു പറഞ്ഞാൽ ഈ പാനപാത്രം നിന്നിൽ നിന്ന് അകലും മകളെ. ഇമ്രാൻ, God bless you. Sorry. Father? Yes. അച്ഛൻ എവിടുന്ന? അച്ഛൻ സാധാരണ എവിടെയാണ് ഉണ്ടാവുക? ഒന്നുകിൽ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ചർച്ചിൽ, അതുമില്ലെങ്കിൽ പബ്ലിക് റോഡിൽ. സർവ്വവ്യാപി. വേദന സഹിക്കുന്നതല്ലേ? അടിച്ചു കേട്ട്. എന്തോ ഒരു സ്നേഹമാണ്. കഞ്ചാവിന്റെ കാര്യം പറഞ്ഞിട്ടാ ഓർത്തത്. ആട്ടോ, എടാ ഇമ്രാൻ, ഭൂലോക പാടെ നിനക്ക് ആട്ടോ ഉള്ളതാ? ആട്ടോ എടാ ഇമ്രാൻ. ആട്ടോ മാർക്കറ്റിൽ പോകണം. എടാ ഇമ്രാൻ, നീ ആരാണെന്ന് എനിക്കറിയാം. അവൻ സാധനമല്ല, പാടാ. എടാ, നിന്നെ ഞാൻ എടുത്തോളാം. എന്താ എല്ലാരും നോക്കിക്കുന്നത്? ഇതെന്താ കാഴ്ച മകളാവാ? അവനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറ്റിയോ? പോയില്ലാന്ന്. ഹലോ, പോലീസ് സ്റ്റേഷൻ.
കാൽസ്യം വേണ്ട. ചക്കൽ മുട അഞ്ചാവർത്തോണ്ട് അഭിയാന്ന് കാണിക്കുന്നതാ. വണ്ടി കൊണ്ട് നടുവിട്ടിട്ട് മനുഷ്യൻ കണക്കെടുത്താൻ ആ തീപ്പെട്ടിയുടെ എത്ര നേരം ഹോൺ അടിക്കുന്നു? മറ്റു വാഹനങ്ങൾ പോകണ്ടേ? താനാരാ? ട്രാഫിക് പോലീസോ? ഞാൻ ആരാവട്ടെ, വണ്ടി എടുത്ത് മാറ്റിടോ. ഇല്ലെങ്കിലോ? ഉമ്മാൻ. ശരി. എവിടെയാണോ താമസം? അതെ, സാറെന്താ ഇവിടെ? ഞാൻ ആ വീട്ടിലാ താമസം. ഇന്നലെ വന്നത്. ഈ സാറാ അതിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വരട്ടെ. ഹലോ, നീ കണ്ടതൊന്നും പുറത്തു പറയരുത്. പുറത്തു പറഞ്ഞാൽ നിന്നെ ജീവനോട് വിടുകയില്ല. ഇതൊരു വാണിംഗ് ആണ്. ഓക്കെ?